ഇത് കാൻഡിലിവർ സ്റ്റെയർ കേസ് ആണ്. കാൻഡിലിവർ ആയിട്ടാണ് ഇതിൻ്റെ ഫുള്ള് സപ്പോർട്ടുകൾ വരുന്നത്. അതും ഹൈഡായിട്ട് പോകും. ഇത് ചുമര് സൈഡിലോട്ട് കംപ്ലീറ്റ് ഹൈഡായിട്ട് പോകും. ഇത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കൊരു എയറിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് വരും. കറക്റ്റ് അത് ആ ഒരു ലുക്കാണിത് ശരിക്കും. ഇതിനകത്ത് കാൻഡിലിവറായിട്ട് കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് മെറ്റൽ സ്ട്രക്ചറാണ്, മെറ്റലിൻ്റെ സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കംപ്ലീറ്റ് വുഡ് പാനൽ ചെയ്തിട്ടുണ്ട്. ഇത് മഹാഗണി വുഡിലാണ് പാനൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തിക്നെസ് ഏകദേശം ഒരു 2.5 ഇഞ്ചാണ് തിക്നെസ് വരുന്നത്. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള തിക്നെസ് കൊടുക്കാം. പക്ഷേ അതിനനുസരിച്ചുള്ള സ്ട്രെങ്ത്ത് നമ്മൾ സ്ട്രക്ചറിൽ കൂട്ടി കൊടുക്കണമെന്ന് മാത്രമാണുള്ളത്. അതുപോലെ ഇതിന് ഹാൻഡ് റെയിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ആണ്. നമുക്ക് ഏത് മോഡൽ ഹാൻഡ് റെയിൽസും ഇതിന് കൊടുക്കാവുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് ഹാൻഡ് റെയിലാണ്. 12mm ടഫൺ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഫിറ്റിങ്സ് ആയിട്ട് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്റ്റഡ് ഫിറ്റിങ്സ് ആണ്, പോയിന്റ് ഫിറ്റിംഗ് എന്ന് പറയും. അതുപോലെ ടോപ്പ് റെയിൽ കൊടുത്തിരിക്കുന്നത് മഹാഗണി വുഡ് തന്നെയാണ്. നോർമലി ഇതിൻ്റെ സൈസ് കൊടുക്കുന്നത് 2x2 എന്നുള്ള സൈസിലാണ് ഇത് വുഡ് കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ മറ്റൊരു സ്റ്റെയർ കേസിൻ്റെ സ്ട്രക്ചർ ചെയ്തതാണ്. ഇത് ഫോൾഡിങ് ടൈപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെറ്റലിൻ്റെ ഷീറ്റ് ഒക്കെ ആയിട്ട് ഫോൾഡ് ചെയ്തതാണ്. ലേസർ ബെൻഡിങ് ആണ്. ഇതിന് 8mm തിക്നെസ്സിൽ വരുന്ന ഷീറ്റാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ വുഡ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹാൻഡ് റെയിലായിട്ട് നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ഹാൻഡ് റെയിൽ കൊടുക്കാം. ഇവിടെ നമ്മളൊരു 10mm റൗണ്ട് സോളിഡ് റോഡ് കർവ് ചെയ്തെടുത്ത ഒരു മോഡലാണ്. ഇതിൻ്റെ ടോപ്പിലായിട്ട് നമുക്കിനി വുഡ് കൊടുക്കാവുന്നതാണ്. വുഡ് പാനൽ ഇത് സ്ക്രൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ലെൻസ്ഫെഡിൻ്റെ എക്സ്പോ നടക്കുന്ന സ്ഥലത്താണ്. മലപ്പുറമാണിത് എക്സ്പോ നടക്കുന്നത്. ഇതിൽ മെയിനായിട്ട് നമ്മളുടെ സർവീസുകളെന്ന് പറയുന്നത് മെയിനായിട്ട് സ്റ്റെയർ കേസുകൾ തന്നെയാണ്. സ്റ്റെയർ കേസ്, ഹാൻഡ് റെയിൽസ്, അതുപോലെ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, അതുപോലെ റൂഫിങ്സ്, ടഫൺ ഗ്ലാസിൻ്റെ വർക്കുകൾ, ഇങ്ങനത്തെ വർക്കുകളാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ഇനി നമുക്ക് പറയാനുള്ളത് സ്റ്റീൽ ഡോർസിനെ കുറിച്ചും അതുപോലെ വിൻഡോസിനെ കുറിച്ചുമാണ്. സ്റ്റീൽ ഡോർ ഇത് ഒരു കിച്ചണിലോട്ടും ഓപ്പൺ ടെറസിലോട്ടൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡോറാണ്. വിത്ത് ലോക്ക് അടക്കം നമുക്ക് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ്ഡ് ആയിട്ട് ഏത് അളവിലും ചെയ്യാൻ പറ്റും. അതുപോലെ സ്റ്റീൽ വിൻഡോസ് ആണെങ്കിലും ഇത് ടാറ്റ GI ഷീറ്റിൽ ചെയ്തെടുത്ത വിൻഡോ ആണ്. ഇത് നമ്മളിവിടെ വിൻഡോസിന് ഷട്ടറിലൊരു ടാപ്പർ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു വുഡൻ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ടാപ്പർ കട്ട് കൊടുക്കുന്നത്. അല്ലാത്ത രീതിയിൽ ഇങ്ങനെ സ്ക്വയറായിട്ടും ഉള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് നമുക്ക് ഗ്ലാസ് ഇടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ ഗ്രൂ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രൂ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ഇതിൽ സെറ്റ് ചെയ്ത് സിലിക്കോൺ ചെയ്യാവുന്നതാണ്. ഇത് ടാറ്റ GI ആണ്. അതുപോലെ ഈ ഒരു ഫ്രെയിം സൈസൊക്കെ 4x2, 4x3 സൈസിലൊക്കെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. fabricated staircase. Actually,